ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എനിക്ക് പറ്റിയൊരു തെറ്റാ. ചിലരെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. രാജു, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നീ അറിയിച്ചതുകൊണ്ടാ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് കണ്ടോ നീ? ഇവളുടെ മരണം ഇല്ലെങ്കിൽ ഇവിടെ എനിക്ക് വേണം. എന്റെ അടുത്ത് വന്നാ ഇവിടെ കൊലകളി ഞാൻ കട്ടി. ഇങ്ങോട്ട് പോണം. നീ എന്ത് കരുതണ എന്നെ കുറിച്ച്? ക്ഷത്രിയ ഞാൻ. എന്റെ നേരെ വന്ന വംശനാശം എടുത്തു ഞാൻ. ഇതൊന്നും ഇവിടെ തീരില്ല. തിരിച്ചു വരും ഞാൻ. അടങ്ങി നിൽക്കണം. പകരം ചോദിച്ചിരിക്കും ഞാൻ. എന്റെ ഒരു സുഹൃത്തിന്റെ മകനായതുകൊണ്ടാ നിന്നെ ഞാൻ ജീവനോടെ വിടുന്നത്. ഇനി എന്റെ മകളുടെ പിറകെ വന്നാൽ നിനക്ക് ആ പരിഗണന കിട്ടിയെന്ന് വരില്ല. കൊണ്ടുപോയിക്കോനെ. നടക്കണം. രാജു, 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 വാ, എഴുന്നേക്ക. എനിക്ക് പറ്റിയൊരു തെറ്റാ. ചിലരെയൊക്കെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. രാജു, നിന്നോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. നീ അറിയിച്ചതുകൊണ്ടാ എനിക്കിവിടെ എത്താൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ശരി, എന്നാ അങ്ങനെ ആവട്ടെ ശേഖരേട്ടാ, എല്ലാം പറഞ്ഞ പോലെ. ശേഖരനായിരുന്നു ഫോണില്? അതെ. അല്ല, അവൻ നെല്ലിയാമ്പതിന്ന് എന്നാ വരിക? 2 ദിവസം കൂടെ കഴിയുന്നാ പറഞ്ഞ്. അല്ല, അമ്പലത്തിലേക്ക് പോയവരെ എന്താ യാമിനെ ഇത്രയും താമസിക്കുന്നേ? അതാ ചേച്ചി ഞാനും ആലോചിക്കുന്നത്. തിരിച്ചു വരേണ്ട സമയം കഴിഞ്ഞു. അമ്മയും മോനും കൂടിയേ അവളെ കൊണ്ട് കറങ്ങാൻ പോയിട്ടുണ്ടാവും. ഒരാവശ്യമില്ലാത്ത പോക്കായിരുന്നു കേട്ടോ ഇത്. അവളെ അവന്റെ കൂട്ടത്തിൽ വിടുന്നതിൽ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു കേട്ടോ. ഞാൻ കൂടെ പോവാന്ന് അമ്മ പറഞ്ഞല്ലേ, അപ്പൊ അമ്മ സമ്മതിച്ചിട്ട് വേണ്ടേ? ഋതുമോളെ ഒന്ന് വിളിച്ചു നോക്കിയല്ലോ ചേച്ചി. പ്രതാപേട്ടൻ വന്നു. അയ്യോ ചേച്ചി, എന്തോ കുഴപ്പമുണ്ടല്ലോ. വേണ്ട ഓർമ്മ സാറേ, എന്നെ പിടിക്കൊന്നും വേണ്ട. എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല. അയ്യോ മോളെ, എന്താ എന്തു പറ്റി? എന്തു പറ്റി പ്രതാപ?
എന്താന്ന് വെച്ചാ നീ ഇത് പറ. പ്രതീക്ഷിക്കാത്ത പലതും സംഭവിച്ചു ചേച്ചി. എന്റെ ഒരു സഹപ്രവർത്തകന്റെ അനുജന്റെ മകനായതുകൊണ്ട് റോഹൻ വളരെ നല്ലവനായിരിക്കുമെന്ന് ഞാൻ കരുതിയത്. പക്ഷെ അവൻ വെറും ഫ്രോഡായിരുന്നു, ഒരു നാലാംകട ക്രിമിനൽ. എന്നിട്ട് എന്താ ഉണ്ടായേ? പറയാം. രാജു അപകടം മനസ്സിലാക്കി എനിക്ക് നേരത്തെ മെസ്സേജ് അയച്ചിരുന്നു. മാത്രമല്ല ആ സ്ഥലത്തിന്റെ ലൊക്കേഷൻ മാപ്പും. ഞാൻ അവിടെ ചെന്നപ്പോ ഭാഗ്യം കൊണ്ട് മാത്രമല്ല അവിടെ രക്ഷപ്പെട്ടത്. രാജു, അതെ, തക്ക സമയത്ത് രാജുവിന്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഹൃതിയെ ജീവനോടെ തിരിച്ചു കിട്ടിയത്. ആ റോഹൻ എന്ന് പറയുന്നവൻ ഒട്ടും ശരിയല്ലെന്ന് അവൻ ആദ്യം കണ്ടപ്പോഴേ എനിക്ക് തോന്നിയിരുന്നു. അവരൊരു സൈക്കോയാ. അവർ ഈ സിറ്റിയിലെ നമ്പർ 1 ക്രിമിനലാ. എന്നിട്ട് അതെന്തോ നീ നേരത്തെ എന്നോട് പറയാത്ത? ഞാൻ പറഞ്ഞ അമ്മ വിശ്വസിച്ചിട്ട് വേണ്ടേ? നിന്നെ ഞാൻ വിശ്വസിക്കാതിരിക്കണമെങ്കിൽ അതിന്റെ കാരണക്കാരൻ നീ തന്നെയല്ലേ ദീപക്കെ? രാജു, വേദന കൂടുതലുണ്ടോ? ഇല്ല മാഡം, കുഴപ്പമില്ല. ഡോക്ടർ അതിനുള്ള മെഡിസിൻ തന്നിട്ടുണ്ട്. എനിക്കും നമ്മുടെ കുടുംബത്തിനും വേണ്ടി മരിക്കാൻ തയ്യാറായതവൻ. സ്നേഹം കൊണ്ടും ത്യാഗം കൊണ്ടും വീർപ്പ് മുട്ടിക്കുന്ന ഇവനെ പോലുള്ള ചെറുപ്പക്കാരെ ഈ ജനറേഷനിൽ കാണാൻ കിട്ടുമോ? ഇത്രയൊക്കെ എന്നെ സ്നേഹിക്കാൻ ഇവൻ ഇവൻ എനിക്കാരാണെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ ഇവൻ എന്താ പകരമായി കൊടുക്കുക?